സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയ നാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് രാവിലെ ഉണരുവാൻ ദൈവം നമ്മെ ഇടയാക്കിയതിനായി ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് നൽകിയിരിക്കുന്ന ആയുസ്സിനായി, ആരോഗ്യത്തിനായി, ക്ഷേമത്തിനായി, ബലത്തിനായി, എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. മഹാകവി കുമാരനാശാൻ ഇങ്ങനെ പാടിയിട്ടുണ്ട്: സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ഇന്ത്യയുടെ പഴയകാല ചരിത്രം നാം പരിശോധിക്കുമ്പോൾ അവിടെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിൽ കിടന്നിരുന്നതായ ഒരു സമയമുണ്ടായിരുന്നു. ആ ബ്രിട്ടീഷ് അടിമത്തത്തിൽ നമുക്ക് സ്വാതന്ത്ര്യമില്ലാതെ പാരതന്ത്ര്യത്തിൻ്റെ കയ്പുനീരെന്താണെന്ന് നന്നായി രുചിച്ചറിഞ്ഞ കവി എഴുതിയിരിക്കുന്നതായ വാക്കുകളാണിത്. എന്താണ് സ്വാതന്ത്ര്യം? എന്താണ് പാരതന്ത്ര്യം? നമുക്കറിയാം, 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യ സ്വതന്ത്രയായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ സമയം വരെയും നമുക്ക് സ്വയമായി സ്വതന്ത്രമായി ഒരു കാര്യവും ചെയ്യുവാൻ അനുവാദമില്ലായിരുന്നു. നമ്മെ ഭരിച്ചിരുന്നവരുടെ ഇംഗിതത്തിനനുസരണമായി മാത്രമേ എന്തെങ്കിലും ചെയ്യുവാൻ നമുക്ക് സാധിക്കുമായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഇന്ത്യ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചത്. വിശുദ്ധ ബൈബിൾ മുഴുവനും നാം പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് പുതിയ നിയമം നാം പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് നാം ഇതേപോലെ തന്നെ അസ്വാതന്ത്ര്യത്തിൽ കിടക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് സ്വയമേവ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാനോ ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാനോ നമ്മെ പിശാച് അനുവദിക്കുന്നില്ല. റോമാലേഖനം 7-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നന്മ ചെയ്യുവാനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എന്നിൽ വസിക്കുന്ന പാപം എന്നെക്കൊണ്ട് നന്മ ചെയ്യിക്കുന്നില്ല. പകരം എത്രമാത്രം തിന്മ ചെയ്യിക്കുവാൻ സാധിക്കുമോ അതാണ് എന്നിലൂടെ പിശാച് ചെയ്യുന്നത്. ഇത് വാസ്തവത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത ഒരു വ്യക്തിയുടെ യഥാർത്ഥമായ ചിത്രമാണ്. ഒരുപക്ഷെ എല്ലാവരുടെയും മുൻപിൽ അദ്ദേഹം നന്നായി ശോഭിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. സന്തോഷമായി ജീവിക്കുന്ന, സമാധാനമായി ജീവിക്കുന്ന, എല്ലാ കാര്യങ്ങളുടെയും മുൻപിൽ നിന്നുകൊണ്ട് നടുനായകത്വം വഹിക്കുന്ന, ഏറ്റവും സമ്പന്നനായ, മറ്റുള്ളവരുടെ മുൻപാകെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ അങ്ങനെയുള്ള വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് യഥാർത്ഥമായ ചിത്രം നമ്മുടെ മുൻപാകെ തെളിഞ്ഞു വരുന്നത്. അദ്ദേഹം സ്വതന്ത്രനല്ല. ഈ കാണുന്ന ചിരിയും ഈ കാണുന്ന ആർഭാടങ്ങളും എല്ലാം കേവലം പൊയ്മുഖങ്ങൾ മാത്രമാണ്. ഈ ലോകം അവരെ അങ്ങനെ പരുവപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ആളുകളുടെ മുൻപാകെ ഏറ്റവും വലിയ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒക്കെ അനുഭവിക്കുന്നവരാണ് എന്ന് തോന്നിപ്പിക്കത്തക്ക നിലയിൽ പരുവപ്പെടുത്തി വെച്ച് ആളുകളുടെ മുൻപാകെ പ്രദർശിപ്പിക്കുകയാണ് ലോകം ചെയ്യുന്നത്. എന്നാൽ അവരുടെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ആത്മീയമായി അവർ തടവറയിൽ തന്നെയാണ്. പിശാച് അവരുടെ മനസ്സിനെ കുരുടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് യഥാർത്ഥമായ സ്വാതന്ത്ര്യം എന്താണെന്നുള്ളത് ശരിയാവണ്ണം മനസ്സിലാക്കുവാൻ അവർക്ക് സാധ്യമായിട്ടില്ല. വിവിധ നേർച്ചകാഴ്ചകളിലൂടെയോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിലൂടെയോ അതേപോലെ ചെയ്യുന്ന മറ്റു കാര്യങ്ങളിലൂടെയൊക്കെയോ ആത്മാവിന് മോക്ഷം ലഭിക്കുമെന്നും സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നും ഒക്കെ അവർ വിചാരിച്ച് വശായിരിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം എന്താണ്? പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ളതായ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം ആരാണ് നമുക്ക് നൽകുന്നത്? ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു: സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന്, പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുവാനുള്ള ഏക വഴി കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്.
ഈ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവ് നല്ല ദൈവമേ, പിശാചിൻ്റെ അടിമത്തത്തിൽ പാപാന്ധകാരത്തിൽ കിടന്ന് നിത്യമായ നരകാഗ്നിയിലേക്ക് അനുനിമിഷം പോയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ സമശിഷ്ടങ്ങൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ സ്വർഗീയനാദം ശ്രവിക്കുമ്പോൾ യേശുക്രിസ്തുവിലൂടെ ഉള്ളതായ രക്ഷ വിശ്വാസത്താൽ പ്രാപിക്കുവാൻ, പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് ക്രിസ്തുവിലുള്ളതായ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ പ്രിയമുള്ളവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തിൽ അങ്ങനെയുള്ളതായ വിശ്വാസം അവിടുന്ന് നൽകി അവരെ സഹായിച്ചാട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. പാപാന്ധകാരത്തിലാണ്ടിരുന്ന പതിതനായ മനുഷ്യന് വീണ്ടെടുത്ത പാവന സ്നേഹത്തിൻ വചനങ്ങളുമായി സ്വർഗീയനാദം, ദ ഹെവൻലി വോയിസ്. പാപാന്ധകാരം ശോകാന്ധകാരം മൂടിയൻ ജീവിതത്തെ, പാപാന്ധകാരം ശോകാന്ധകാരം മൂടിയൻ ജീവിതത്തെ, സത്യവെളിച്ചമാമെന്നേശുനാഥൻ നീക്കിയൻ ഇരുളാകവേ, നീക്കിയന്നിരുളാകവേ. സ്നേഹിച്ചു ദൈവമെന്നെ അത്ഭുത സ്നേഹത്താലേ, എന്തേകിടും ഞാൻ നാഥാ നിനക്കായി, മതിയാവില്ലേതൊന്നുമേ, 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 മതിയാവില്ലേതൊന്നുമേ.